ഹായ്. യെസ്, ഓക്കെ മക്കളെ, ഒരു സാൾട്ടിന്റെ കെമിക്കൽ ഫോർമുല കിട്ടിയാൽ, രാസസൂത്രം കിട്ടിക്കഴിഞ്ഞാൽ, ലവണത്തിന്റെ രാസസൂത്രം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിലടങ്ങിയ ആസിഡിന്റെയും ബേസിന്റെയും ഫോർമുല എഴുതാം? എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. സോ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് അത് എത്തിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം, സാൾട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ആസിഡും ആൽക്കലിയും കൂടി ചേർന്ന അല്ലേ? അപ്പൊ ഞാനൊരു സാൾട്ടിന്റെ ഫോർമുല ഇവിടെ ജനറൽ ആയിട്ട് എഴുതാണേ. ഞാൻ കൊടുത്തു BA എന്ന് കൊടുത്തു. ദിസ് ഈസ് ദി ജനറൽ ഫോർമുല ഓഫ് എ സാൾട്ട്. ഒരു സാൾട്ടിന്റെ ലവണത്തിന്റെ പൊതുസമവാക്യം ഇങ്ങനെയാണ്. അപ്പൊ ഇതിലുള്ള ആസിഡും ബേസും ഏതാണെന്ന് ചോദിച്ചാൽ മക്കൾ ചെയ്യേണ്ട പരിപാടി ഇത്രേ ഉള്ളൂ. ഈ രണ്ട് പാർട്ടിന് എന്ത് ചെയ്യുക, ഒന്നിങ്ങനെ വരയ്ക്കാം. എന്നിട്ട് ഇവിടെ ഒരു OH മൈനസും കൊടുക്കുക, ഇവിടെ ഒരു H+ കൊടുക്കുക. ഓക്കെ, സോ ഇവർക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ചാർജ് ഉണ്ടാവുമല്ലോ. ആ ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇന്റർചേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഫോർമുലാസ് കിട്ടും. ഇവിടെ നമ്മൾ തൽക്കാലം N+ ആണ്, ഇവിടെ N- ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ ഫോർമുല എന്താ വരിക? BOH N ടൈംസും അതേപോലെ ഇതാണ് എന്ത്, നമ്മുടെ ബേസ് അല്ലെങ്കിൽ ആൽക്കലി. ഓക്കെ, അതേപോലെ ഇവിടെ H+ഉം AN- ഉണ്ടെങ്കിൽ HNA എന്ന് കിട്ടും. ഇതാണ് എന്ത്, നമ്മളെ ആസിഡ്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഒരു സാൾട്ടിന്റെ കെമിക്കൽ ഫോർമുല കിട്ടിയാൽ ആസിഡും ബേസും കണ്ടുപിടിക്കുക. സിമ്പിൾ ആണ്, ജസ്റ്റ് വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, OH- H+ കൊടുക്കുക. അപ്പൊ ഞാൻ കാണിച്ചു തരാം, കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കുറച്ച് എക്സാമ്പിൾസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ എക്സാമ്പിൾ NaCl. NaCl എന്ന് പറയുമ്പം Na+ഉം Cl- ആണ് അല്ലെ? ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ ഒരു OH- കൊടുത്തു, ഇവിടെ ഒരു H+ കൊടുത്തു. സോ ഇതിൽ അടങ്ങിയിട്ടുള്ള ആസിഡും ബേസും എന്ന് പറഞ്ഞാൽ NaOH അതേപോലെ HCl ആയിരിക്കും കേട്ടോ. Na+, OH- NaOH, H+ഉം Cl- HCl. രണ്ടാമത്തെ കേസ് K2SO4. Kന്റെ ചാർജ് പ്ലസും SO4 2- ആണ്. അപ്പൊ ഞാനിതാ ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ OH കൊടുത്തു, അതേപോലെ ഇവിടെ എന്ത് ചെയ്തു, ഞാൻ OH- ഇവിടെ ഞാൻ എന്ത് ചെയ്തു, H+ കൊടുത്തു. അപ്പൊ ഇവരെ ഫോർമുല കിട്ടും ഇങ്ങനെ ആയിരിക്കും. K+ഉം OH- എന്ന് പറയുമ്പോൾ എന്താണ്, KOH ആണ്. H+ഉം SO4 2- ഇന്റർചേഞ്ച് ചെയ്യുക. ഈ 2 അങ്ങോട്ട് കൊണ്ടുവന്ന എന്താ കിട്ടുക, H2SO4. SO4 കണ്ടാൽ പിന്നെ നോക്കണ്ട, ആര് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ നമുക്ക് അറിയുന്ന ആസിഡ്സ് ആയിരിക്കാം, HCl ഉണ്ട്, HNO3 ഉണ്ട്, അതേപോലെ തന്നെ H2SO4 ഉണ്ട്, അതേപോലെ H2CO3 ഉണ്ട്, ദെൻ H3PO4 ഉണ്ട്. അങ്ങനെ ഇത്രയും വളരെ കുറച്ച് ആസിഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? സോ അതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളോട് ചോദിക്കണ്ടാവുക. അപ്പൊ അവിടെ Cl കണ്ടാൽ HCl ആണ്, NO3 കണ്ടാൽ HNO3 ആണ്, H2SO4 2- കണ്ടാൽ H2SO4 ആണ്. ഇത് നമുക്ക് വരാൻ പറ്റണം. റെഡി? ഞാൻ അടുത്തൊരു എക്സാമ്പിളിലേക്ക് ഞാൻ വരാം, നോക്കിക്കോട്ടോ. BaNO3. BaNO3 ട്വൈസ് ആണ്. സോ Ba 2+ഉം NO3- ആണ് അല്ലെ? സോ ഞാൻ ഇങ്ങനെ വരച്ചു, ഇവിടെ ഒരു OH- കൊടുത്തു, ഇവിടെ ഞാൻ H+ കൊടുത്തു. സോ എനിക്ക് ഇവിടെ കിട്ടുക BaOH ട്വൈസ്. എന്തുകൊണ്ട് OH ട്വൈസ്? Ba 2+ ചാർജ് ആണ് അല്ലെ? ബാക്കി എന്താ ഉണ്ടാവുക, HNO3. ഈ മക്കളെ നോക്കടാ, MgCl2. Mg2+ഉം Cl- ഉള്ള ചാർജ് വരിക, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? സോ ഇവിടെ ഇങ്ങനെ വരച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ OH- കൊടുത്തു, ഇവിടെ H+ കൊടുത്തു. സോ എനിക്ക് എന്താ മക്കളെ കിട്ടുക, MgOH ട്വൈസും അതേപോലെ HCl ആണ് കിട്ടുക. സോ ചാർജ് നോക്കിയിട്ട് കെമിക്കൽ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? സോ അടുത്തൊരു എക്സാമ്പിളിലേക്ക് വന്നാലോ? അടുത്തൊരു എക്സാമ്പിളിലേക്ക് ഞാൻ വരുന്നു. CaPO4. Ca3PO4 ട്വൈസ്. സോ എനിക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും അറിയോ, ഇവിടെ OH- കൊടുത്തു, ഇവിടെ Ca 2+ ആണ്, PO4 3- ആണ്. ഓക്കെ, ദെൻ ഞാൻ ഇവിടെ എന്ത് കൊടുത്തു, H+ കൊടുത്തു. സോ എനിക്ക് ഇവിടെ കിട്ടുക CaOH- ആണ് അല്ലെ? CaOH ട്വൈസ് ആണ്. ദെൻ H+ഉം PO4 3- ആണ് അല്ലെ? അപ്പൊ എനിക്ക് എന്താ കിട്ടുക, ദാറ്റ് ഈസ് H3PO4. ഇപ്പൊ ഈ രൂപത്തിൽ ചെയ്യാൻ പറ്റണം. നമ്മൾ അവസാനമായിട്ട് ഒരൊറ്റ എക്സാമ്പിൾ കൂടി പറയുന്നുണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ. ഞാൻ ഇവിടെ കൊടുക്കാം. Al2CO3 ട്വൈസ് അലൂമിനിയം കാർബണേറ്റ്, ത്രൈസ്. ഞാൻ ഇങ്ങനെ വരച്ചിട്ട് എന്ത് ചെയ്തു, ഇവിടെ OH- ഇവിടെ H+ കൊടുത്തു അല്ലെ? അപ്പൊ എനിക്ക് എന്താ കിട്ടുക, AlOH ത്രൈസ്. കാരണം അലൂമിനിയത്തിന്റെ ചാർജ് +3, കാർബണത്തിന്റെ ചാർജ് -2. സോ ബാക്കി എന്താ കിട്ടുക, H2CO3. അപ്പൊ നമ്മൾ ഇവരെ ചാർജും പഠിക്കൽ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മക്കൾക്ക് ഞാൻ ചാർജും കൂടി പറഞ്ഞു തരുന്നുണ്ട്. സോ മക്കളെ പഠിച്ചു വെക്കണം. സോഡിയം
പൊട്ടാസ്യം പ്ലസ്, മഗ്നീഷ്യം 2+, കാൽഷ്യം 2+, ബേരിയം 2+, അതേപോലെ ഇവിടെ ഒരു ലിഥിയം പ്ലസ് ഒക്കെ വേണം കൊടുക്കാം. അതേപോലെ 3+ വരുന്ന ആള് അലൂമിനിയം 3+ വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ തന്നെ നമ്മളോട് ചോദിക്കുള്ളൂ. ഇനി മൈനസ് ചാർജ് വരുന്ന എന്തൊക്കെയാടാ? നമുക്ക് ഇവിടെ Cl- വരുന്നുണ്ട്, OH- വരുന്നുണ്ട്, ഇവിടെ ഒരാളും കൂടി ഉണ്ട്, H+ കൂടി ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ടാ, ദാറ്റ് ഈസ് NO3- വരുന്നുണ്ട് അല്ലെ, NO3- വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഇനി നമുക്ക് വരാൻ ചാൻസ് ഉള്ള ആരൊക്കെയാടാ? SO4 2- വരുന്നുണ്ട്, CO3 2- വരുന്നുണ്ട് അല്ലെ. അതേപോലെ ഇവിടെ ഇനിയുണ്ട് ആൾക്കാർ, HCO3- വരാം, HSO4- വരാം അല്ലെ. അതേപോലെ HPO4 2- വരാം. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അതേപോലെ ഇവിടെ എന്തായിരിക്കും? PO4 3-. സോ കോമൺ ആയിട്ട് നമ്മൾ ഇത്രയും ആൾക്കാരെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കുക. സോ നമുക്ക് ഈ ഒരു ചാർജുകൾ അറിയാമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ നേരത്തെ പഠിച്ച ഐഡിയാസും കൂടി അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ മക്കൾ ചെയ്യേണ്ട പരിപാടി ഇത്ര മാത്രമാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതാ എൻ്റെ ഒരു ചോദ്യമുണ്ട്. MgNO3 twice ഇതിലുള്ള ആസിഡും അതേപോലെ ബേസിന്റെയും ഫോർമുല മക്കൾ എന്ത് ചെയ്യുക? താഴെ കമന്റ് ചെയ്യുക. സോ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. സോ MgNO3 twiceലെ ആസിഡിന്റെയും ബേസിന്റെയും ഫോർമുല മക്കൾ കമന്റ് ചെയ്യുക. അപ്പൊ ഇത് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം ഓക്കെ ആണെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക? നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയച്ചിട്ടേക്കുക. സോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. സൈനിങ് ഓഫ്.